ഉമ്മത്തിൽ മുഅ്മിനീൻ. അല്ലാഹു നമുക്കും തൗഫീഖ് ചെയ്യട്ടെ. ഓർക്കൽ പറയാം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭയങ്കര നിസ്കാരത്തിന്റെ ഖുവത്ത് ഭയങ്കര, അത് ഭയങ്കരാണ്. അത് അറ്റല്ല, ഭയങ്കര. അല്ലാഹു നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എവിടെ നോക്കൂ അൽ-ബഖറ 153 ആയത്തിന് ഒരുപാട് തഫ്സീറുണ്ട്. ഒരു തഫ്സീർ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിസ്കരിച്ചോളൂ. അൽ-ബഖറ 153 എല്ലാവർക്കും കിട്ടുന്ന ആയത്താണ്. എന്റെ കൂടെ അങ്ങോട്ട് ഓതണം. الذين يظنون أنهم ملاقو الله وأنهم إليه راجعون. أنهم يظنون أنهم ملاقو ربهم وأنهم إليه راجعون. استعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. രണ്ട് കാര്യം കൊണ്ട്, ക്ഷമയും നിസ്കാരം. ക്ഷമയും നിസ്കാരം ഉണ്ടെങ്കിൽ അള്ളാഹുവിന് സഹായം വരും, ഉറപ്പ്. രണ്ട് കാര്യം ഉണ്ടായാൽ മതി. എന്ത് പ്രശ്നമാണ്, കടണ്ടോ എന്തോ ആയിക്കോ, ക്ഷമയോടുകൂടെ നിസ്കരിക്കണം. ക്ഷമയോടുകൂടെ നിസ്കരിക്കണം. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാനും ഭാര്യയും കൂടെ 3 പെൺകുട്ടികളുണ്ടായിരുന്നു. പിന്നെ പൊരനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ 3 ഉണ്ടായിരുന്നു. ഒന്ന് കല്യാണം കഴിക്കാനായി, പിന്നെ അതിന്റെ പിറകെ വേറെ ഒന്നായി, അതിന്റെ പിറകെ വേറെ ഒന്നുമായി. 3 പെൺകുട്ടികൾ കല്യാണം കഴിക്കാനായി. അപ്പോൾ മനസ്സിൽ ബേജാറായി. ഞാനും എൻ്റെ ഭാര്യയും താജ് നിസ്കരിച്ച് റബ്ബിനോട് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ കാലം താജ് നിസ്കരിച്ചു. പെൺകുട്ടികളെ കെട്ടിച്ചോയില്ല. അതിൽ പിന്നെ പെണ്ണ് നിസ്കരിക്കാതെ ഭാര്യ നിങ്ങൾ നിസ്കരിച്ചോ, അതിലൊന്നും വലിയ കാര്യമല്ല എന്നോട് പറഞ്ഞു. പിന്നെ അവൾ ഫർദ് നിസ്കാരം മുടക്കി. ഞാൻ പിടിച്ചോട് ഞാനോട് കൂടിയപ്പോൾ ഇപ്പോൾ നിസ്കാരം നിർത്തിയതിൽ പിന്നെ ആദ്യത്തെ മുള കെട്ടിച്ചു. പിന്നെ 6 മാസം കൊണ്ട് പിന്നെ അടുത്തയോ കെട്ടിച്ച്. 1 കൊല്ലത്തിനുള്ളിൽ 3 പെൺകുട്ടികളും കെട്ടിച്ച്. ഞാൻ ഇപ്പോഴും നിസ്കാരം നിർത്തിയിട്ടില്ല. ഇവളോട് പിന്നെ പലവട്ടം പറഞ്ഞിട്ട് ഇപ്പോഴും ഫർദ് നിസ്കാരം പോലും തുടങ്ങാൻ അവൾക്കോട്ട് കഴിഞ്ഞിട്ടില്ല. എന്താ വേണ്ടത്? ത്വലാഖ് ചെല്ലണോ ചെല്ലാതിരിക്കണോ എന്ന് ചോദിച്ചിട്ട് ഫത്വയും ചോദിച്ച ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. ചിന്തിക്കണം. ഇവിടെ 2 കാര്യം പറയുന്നുണ്ട്. ബിസ്സുബ്രി വസ്സല, ക്ഷമ വേണം. നമ്മളെന്നാണ് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അടിപതറാതെ മുന്നോട്ട് എന്നുള്ള ആ CITU മുദ്രാവാക്യം പോലെ ഒന്നും ഇത് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അതാണ് മുദ്രാവാക്യം വിളിക്കുമ്പോഴത്തിന് പിറ്റേ ദിവസം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ കടലാസിൽ ഒപ്പിട്ട് അള്ളാഹു തആല ക്ലിയർ ആക്കി തരുന്നൊന്നും വിചാരിക്കണ്ട. ബിസ്സുബ്രി വസ്സല, നല്ലോണം ക്ഷമിച്ച് പണിയെടുക്കണം. استعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. അത് വലിയ വിഷയമാണ്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കും, ശ്രദ്ധിക്കുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഏറ്റവും വലിയ അമൽ നിസ്കാരമാണ്. ചിന്തിക്കണം. അത് ഏറ്റവും വലിയ അമലാണ്, ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഏറ്റവും വലിയ നേട്ടമാണ്. എല്ലാം നല്ല നോക്കും. ഏത് പേടിയുണ്ടെങ്കിലും നിസ്കരിക്കണം. ഇദാ ഹദസ ഫിസ്സമായി മിൻ ഖുസൂഫി ശംസിൻ ഔ ഖമരിൻ സ്വല്ലാ ഹത്താ യതജല്ലാ. അല്ലാഹു നമുക്കും ഭാഗ്യം തരട്ടെ. ആകാശത്തൊരു കറുത്ത അടയാളം കാണുമ്പോഴത്തിന് പുണ്യ റസൂൽ നിസ്കരിക്കുമായിരുന്നു. വേഗം നിസ്കരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ഗ്രഹണം ബാധിച്ചാൽ ഗ്രഹണം നോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വലിയ എന്താ പറയാ ലെൻസൊക്കെ വെച്ച് ഗ്രഹണം നോക്കുന്ന പണിയായിരുന്നില്ല മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ. ലെൻസ് ഇപ്പോഴല്ലേ. ഞാൻ ഈ അടുത്ത കാലം വരെ ചാണകം കലക്കി നോക്കിയിരുന്നു ഗ്രഹണം നോക്കാൻ വേണ്ടി. ചാണകം കലക്കിയിട്ട് ചാണകത്തിലേക്ക് നോക്കി. ഈ പണിയൊന്നും ചാണകം ഒന്നും കിട്ടിയിരുന്നല്ലോ ഹബീബായ റസൂലുള്ളാഹിയുടെ കാലത്ത്. പക്ഷെ അതൊന്നും നബി ചെയ്തിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണം ഉണ്ടായ ഉടനെ നിസ്കരിക്കും. ഏതുവരെ എന്നറിയോ? ഹത്താ യതജല്ലാ. ഗ്രഹണം തീരണവരെ നിസ്കരിക്കും. ഗ്രഹണം തീരണമെങ്കിൽ മണിക്കൂർ എടുക്കണമെങ്കിൽ മണിക്കൂർ കണക്കിന് നിസ്കരിക്കും. ഇദാ ഹദസ ഫിസ്സമായി മിൻ ഖുസൂഫി ശംസിൻ ഔ ഖമരിൻ സ്വല്ലാ ഹത്താ യതജല്ലാ.
എവിടെ വിഷമമുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും ആകാശത്തൊരു ഒരു കറുപ്പ് ചന്ദ്രനോ സൂര്യനോ പാഞ്ഞൂന്ന് കണ്ടാൽ ഉടനെ പുണ്യനബി നിസ്കരിക്കും. സ്വല്ലല്ലാഹു ഉറക്കെ പറ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. إذا كان ليلة ذات ليلة ريح شديدة كان مفزعه إلى الصلاة. ഒരു രാത്രി ശക്തമായ കാറ്റടിച്ചു. ഞങ്ങൾ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. കാറ്റടിച്ചപ്പോൾ വേഗം നബി നിസ്കരിക്കാനും തുടങ്ങി. കാരണം പല വസ്തുക്കളെ കൊണ്ടും അല്ലാഹു തആല ഈ ഭൂമിയിലെ ജനങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് എന്ത്? കാറ്റ്. ഒരു രാത്രി കാറ്റടിച്ചപ്പോൾ പുണ്യനബി നിസ്കരിക്കാനും കാറ്റ് അടങ്ങുന്നത് വരെ പുണ്യനബി നിസ്കരിക്കുകയും ചെയ്തു. ത്വബറാനി. ശ്രദ്ധിക്കണേ സുന്നത്ത് നിസ്കരിക്കുക. അപ്പൊ മനസ്സിലാവുണ്ട് പറ, ഗ്രഹണം ബാധിക്കുമ്പോൾ നിസ്കരിക്കുക. പിന്നെയോ പറ, കാറ്റടിക്കുമ്പോ നല്ല ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി, കൊടുങ്കാറ്റൊക്കെ അടിക്കും, വേഗം എന്ത് ചെയ്യാ? നിസ്കരിക്കുക. അതിനിടയിൽ നീ മരിച്ചുപോയാൽ ഈമാൻ കിട്ടും. മദീനയിൽ ഒരു രാത്രി ശക്തമായ കാറ്റടിച്ചുവല്ലോ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം നിസ്കരിക്കാൻ നിൽക്കുകയാ ചെയ്തത്. ഹത്താ തസ്കുന റീഹു, കാറ്റ് അടങ്ങുന്നത് വരെ പുണ്യനബി നിസ്കരിക്കുകയും ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്കും തൗഫീഖ് ചെയ്യട്ടെ എല്ലാം. അപ്പോൾ ഏതൊരു കാര്യത്തിന്റെയും പരിഹാരം നിസ്കാരമാണ്. ദാരിദ്ര്യത്തിന്റെ പരിഹാരം നിസ്കാരമാണ്. തൊഴിൽ ചെയ്താൽ മാത്രം പോരാ, നിസ്കാരം ദാരിദ്ര്യത്തിന് പരിഹാരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദാരിദ്ര്യത്തിന്റെ പരിഹാരം നിസ്കാരം. സൂറത്തു ത്വാഹ സൂറത്ത് എടുത്തു നോക്കിയാൽ കാണാം. ത്വാഹ സൂറത്തിൽ നിന്ന് 131, 132. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. സൂറത്ത് ത്വാഹ 131, 132. സൂറത്ത് ത്വാഹ 131, 132. എന്താ പറഞ്ഞത്? പലർക്കും ഞാൻ പല ധനവും സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കണ്ണ് നീട്ടി നോക്കിയിട്ട് നിങ്ങൾ അസൂയപ്പെടാൻ നിൽക്കരുത്. പലർക്കും ഞാൻ മുതൽ കൊടുത്തു. നിങ്ങൾ അതൊക്കെ നോക്കി അസൂയപ്പെടണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാൽ നിങ്ങൾ ഞാൻ കഴിച്ചു തരും. അത്ര മതിയല്ലോ. അല്ലാഹു തആല നമുക്ക് തരട്ടെ. പറ. അങ്ങനെ വലിയ മുതലുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലോ വലിയ മുതലൊന്നുമില്ല, എന്നാലോ അല്ലലില്ലാതെ ജീവിച്ചു പോകും. നല്ല കുപ്പായം, ആരും കണ്ടാൽ ഉഷാറാന്ന് വിചാരിക്കും. നല്ല കുപ്പായം, നല്ല തുണി, നല്ല റാഹത്ത്, എന്നാ വീട്ടിൽ നല്ല ഭക്ഷണം, അങ്ങനെ പോകും. വലിയ ബാലൻസ് ഒന്നുമില്ല, അത് പോകും. ഞാൻ അങ്ങനെ കഴിച്ചു തരാം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആയത്ത് എങ്ങനെയാണ്? വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും. പല ഇണകൾക്കും കുടുംബങ്ങൾക്കും ഞാൻ പല ജാതി ഭൗതിക സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നീ കണ്ണ് നീട്ടി നോക്കിയിട്ട് അവരെ അസൂയാക്കരുത്. വലാ തമുദ്ദന്ന, ഒരിക്കലും നീ നീട്ടരുത്, ഐനൈക നിന്റെ കണ്ണുകളെ, ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും, പല ഇണകൾക്കും ഞാൻ കൊടുത്തിട്ടുള്ള ഭൗതിക സൗകര്യം നോക്കിയിട്ട് അവരെ ഒരു സൗകര്യം, അവരുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, അവരുടെ ഒരു വീട്, അവരൊരു തോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണ് നീട്ടി നോക്കിയിട്ട് അസൂയാക്കണ്ട. സഹറത്തുൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിത സൗകര്യങ്ങളാണ് ഞാൻ അവരെ കൊടുത്തത്. ലിനഫ്തിനഹും ഫീഹി, അതിലിട്ടിട്ട് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാ. നിനക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാൻ അവർക്ക് വലിയ സൗകര്യം കൊടുത്തതും തോട്ടം കൊടുത്തതും ഒക്കെ അവരെന്റെ മുഖറബായതൊന്നുമല്ല, അവരെ അതിലിട്ടിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിനക്ക് കഴിഞ്ഞു കൂടിയാ പോലെ. എന്റെ റബ്ബായ ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തരുന്ന ഭക്ഷണമാണ് ഖൈറുൻ, അതാണ് ഖൈർ, വഅബ്ഖ, അതാണ് നിലനിൽക്കുക. എങ്ങനെയാണോ മോനെ ദുന്യാവിലെ ഭക്ഷണത്തെ കുറിച്ച് അബ്ഖ എന്ന് പറയാ? ദുന്യാവിന് തന്നെ ബഖാ ഇല്ലല്ലോ. പിന്നെ
അത് അബഖ, അതാണ് നിലനിൽക്കുക എന്നെങ്ങനെ പറയാ? ദുന്യാവിലെ ഭക്ഷണത്തെ കുറിച്ച് അബഖ എന്ന് പറഞ്ഞത് വലൽ ആഖിറത്തു ഖൈറുൻ അബഖ. അബഖ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയല്ല? ദുന്യാവല്ല. എവിടെയാ നിലനിൽക്കുന്ന സ്ഥലം? എവിടെയാ? അതിന് ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ചു വരണോ? പറ, നിലനിൽക്കുന്ന സ്ഥലം എവിടെയാ? ആഖിറ. ദുന്യാവിൽ നിലനിൽക്കുന്ന കാര്യം ഒന്നുമില്ലല്ലോ. പിന്നെ ദുന്യാവിൽ റിസ്ക് ഞാൻ നിലനിർത്തി തരാന്ന് എങ്ങനെയാ അള്ളാഹ് പറയാ? ആയത്ത് പേച്ചിട്ടൊന്നുമില്ലല്ലോ. ആയത്ത് അങ്ങനെ തന്നെ അല്ലേ? നിങ്ങള് ഭാര്യയും ഭർത്താവും അയൽ വീട്ടിൽ വലിയ കച്ചവടവും കാര്യമൊക്കെ നടക്കുന്ന നോക്കിയിട്ട് നിങ്ങൾ കണ്ണ് നീട്ടി നോക്കേണ്ടതില്ല. നിങ്ങൾക്ക് അതൊന്നും നീ നോക്കണ്ട. നിങ്ങൾക്ക് റബ്ബായ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരുന്ന ഭക്ഷണം ഞാൻ പറയുന്ന തഫ്സീർ കേട്ടോ. പരിഭാഷ നോക്കിയാലൊന്നും കാണൂല. തഫ്സീർ കേട്ടോ. ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം, ഇനി പറയാൻ പോകുന്ന പരിപാടി നിങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അബഖയായ ഭക്ഷണം തരും. അതിന്റെ അർത്ഥം ഇവിടെയും തരും, ഇവിടെ തുടർന്ന് അവിടെ തരും. അബഖയെ നിങ്ങൾ എന്ത് ചെയ്യണം? കുടുംബത്തിലെ എല്ലാരെ കൊണ്ടും നിസ്കരിപ്പിക്കണം. കുടുംബത്തിൽ ഒരുത്തം നിസ്കരിക്കാതിരുന്നാൽ അവിടെ കുടുംബത്തിൽ വർക്കത്തുണ്ടാവില്ല. ഒറ്റ നിസ്കരിക്കാൻ മതി. ഭക്ഷണം സ്വർഗ്ഗം നരകമല്ല. ഭക്ഷണം വ്യക്തിക്ക് ലഭിക്കുന്നതല്ല, കുടുംബത്തിന് ലഭിക്കുന്നതാ. ഭക്ഷണം വ്യക്തിക്കുള്ളതല്ല, കുടുംബത്തിനുള്ളതാ. അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ തൊഴിൽ ചെയ്തു, നിങ്ങൾക്ക് പൈസ കിട്ടി, അത് നിങ്ങൾക്കുള്ളതല്ല. ആർക്കാണ്? കുടുംബത്തിന്. ഒരുത്തൻ ചുമടെടുക്കും, ഓട്ടോറിക്ഷ ഓടിക്കും, ഒരു 500 റുപ്യ വൈകുന്നേരം അപ്പത്തിന് കിട്ടും. 500 റുപ്യ കോന്തനെ തിന്നുകയും ചെയ്യും. ഇവനെ കുറിച്ച് ബഹായിമ് എന്നാ പറയുന്നത്. ഇപ്പം ബഹീമത്ത കുടുംബം തന്നെ അവന്റെ ഭാര്യ, മക്കള്. നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പിന്നെ ബാപ്പാരെ കൊണ്ട് ചൂടാക്കിക്കണ്ട. ഞാൻ എന്നോട് പറഞ്ഞാൽ തിരക്കില്ല. കുടുംബത്തിന് സർക്കിൾ ഭാര്യ, മക്കള്, അതാണ് കുടുംബം. പിന്നെ ഉമ്മാക്കും ബാപ്പാക്കും വേറെ കൊടുക്കണം. ബിറുൽ വാലിദൈനി, നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത കടമ ബിറുൽ വാലിദൈനിയ. അത് വേറിട്ട് പറയണം. മനസ്സിലാവണല്ലേ പറഞ്ഞത്? ഒരാളുടെ ഭക്ഷണം അയാൾക്കുള്ളതല്ല. പിന്നെ ഉമ്മയും ബാപ്പ ഇതിലേക്ക് ചേരും. അവര് ദരിദ്രരാണെങ്കിൽ ഇതിലേക്ക് ചേരും. മനസ്സിലായില്ല? ചെലവുകൊടുക്കൽ ബാധ്യസ്ഥരാവും, ഇതിലേക്ക് ചേരും. ആരിലേക്ക്? മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഭാര്യ, മക്കൾ എന്ന് പറഞ്ഞാൽ ഭാര്യ വലിയ മൊലാളിച്ചിയാണെങ്കിലും ഭക്ഷണം കൊടുക്കൽ ഭർത്താവിന് മാറ്റില്ല. എലിസബത്ത് രാജ്ഞി മുസ്ലിമായിട്ട് കല്യാണം കഴിച്ചാലാണെങ്കിലും, അങ്ങനെ നമ്മളെ നാട്ടിലെ ഒരു കൈക്കോട്ടുപണിക്കാരനാണ് കല്യാണം കഴിച്ചെങ്കിലും ചോറ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവനാണ്. മനസ്സിലായില്ല? അത് എലിസബത്ത് രാജ്ഞിയല്ലേ? എമ്പാടും പൈസ അതൊന്നും നോട്ടല്ല. കെട്ടിക്കഴിഞ്ഞാൽ ചെലവ് ഇവനാ കൊടുക്കേണ്ടത്. ഇവന്റെ ചെലവിലാണ്. പിന്നെ വിദ്രക്കാത്ത് ഇവൻ തന്നെ കൊടുക്കേണ്ടത്. കാരണം അവളുടെ ശരീരം അനുഭവിക്കുന്ന ഇവനാണ്. അതുകൊണ്ട് ഇവൻ തന്നെ വിദ്രക്കാത്ത് കൊടുക്കണം. എലിസബത്ത് രാജ്ഞാൻ മനസ്സിലാവില്ല. എലിസബത്ത് ടൈലർ ആയാലും പറ്റില്ല. ഏത് ടൈലർ ആരാണെങ്കിലും കല്യാണം കഴിച്ചാല് ഭർത്താവിന് കൊടുക്കണം. കാരണം ബാധ്യത ഭർത്താവിനാണ്. എന്നതുപോലെ ഉമ്മ ബാപ്പയും അവര് കഴിവില്ലാത്തവരാണെങ്കിൽ നേരം കൂട്ടി ചേരും. അതൊക്കെ അഹ്ല് അവിടെ വിശാലാവും. ഏതായാലും ഇവിടെ അഹ്ലിൽ പ്രധാനമായും ഭാര്യ, മക്കൾ തന്നെ. എന്തുകൊണ്ടെന്നറിയോ പൊന്നുമോനെ? അടിക്കാൻ പറ്റും. അടി അപ്പുറത്തേക്ക് പറ്റൂല. നീ കൽപ്പിക്കണം എന്നാണ്. അടിക്കണം. നിസ്കരിക്കാത്ത ഭാര്യയെ അടിക്കാം, നിസ്കരിക്കാത്ത മകളെ അടിക്കാം, മകനെ അടിക്കാം. അടിക്കണം, 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 കൈകൊണ്ടടിക്കണമെന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചാട്ടവാറ് കൊണ്ടും അടിക്കാമെന്ന് ഇമാം ശാഫിഈ. ഓറഞ്ചും കൂടി സാറില്ല. കൈ കൊണ്ടടിക്കണമെന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചാട്ടവാറ് കൊണ്ടും അടിക്കാമെന്ന് ഇമാം ശാഫിഈ. ആട്ടി കൊണ്ട് കൊടുക്കാം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ. അതാണ് ബാപ്പയാണ് തെണ്ടിക്കാൻ പോണത്. പക്ഷെ മക്കളോട് ബാപ്പ പറയണം, ബാപ്പാന്റെ കൈ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിസ്കരിക്കണം, നല്ലൊരാവണം. എന്നാൽ ബാപ്പാന്റെ കയ്യിൽ ഹലാലായത് കിട്ടും, പടച്ചോ പൊരുത്തപ്പെട്ടത് കിട്ടും. അള്ളാഹു തരട്ടെ. കിട്ടല് ഏത് അള്ളാന്റെ ശത്രുവിന് കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ അത് അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തതാണ്. പൊരുത്തല്ലാത്ത വഴിയിലാ, പൊരുത്തല്ലാത്തതാ. പൊരുത്തുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ കുടുംബത്തിലുള്ളവരെല്ലാരും നിസ്കരിക്കണം. പക്ഷെ നമുക്ക് ബോധം തരട്ടെ. എന്റെ പൊരയില് പാർക്കണമെങ്കിൽ നിസ്കരിക്കണം എന്ന് പറയണം.
എൻ്റെ പുരയിലാണ് പാർക്കണമെങ്കിൽ എൻ്റെ ലോഡ്ജല്ല എൻ്റെ പുര, എൻ്റെ പുരയിലാണ് പാർക്കണമെങ്കിൽ നിസ്കരിക്കണം എന്ന് പറയാം. ഞാൻ ഇതൊരിക്കൽ വയനാട്ടിൽ ഒരു സ്ഥലത്ത് വയലു പറഞ്ഞപ്പോൾ ഒരു ആൾ എണീറ്റ് എന്നാണ് പറഞ്ഞ് നല്ലോണം ഒന്നും കൂടി ഉറക്കെ പറയും എൻ്റെ പെണ്ണുങ്ങളെ കേട്ടോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്തേന്ന് വെച്ച് അപ്പൊ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും നിസ്കരിക്കും, പക്ഷെ ഞങ്ങളെ മകനെ ഒരു ചായറാട്ടയിലാണ് പണി രാത്രി. ഇപ്പം രാത്രി ഷിഫ്റ്റ് ഉണ്ടാവും. രാത്രി ഷിഫ്റ്റ് ആകുമ്പോൾ നേരം വൈകിട്ട് ഇവൻ 1 മണിക്കോ 2 മണിക്കോ വന്ന് കിടക്കും. ഞാൻ സുബഹിക്ക് പള്ളിയേക്ക് പോകുമ്പോൾ ഞാൻ ഇവനെ വിളിക്കും, എടാ പള്ളിയേക്ക് ഒന്നുമില്ലെന്ന് മാണില്ല, ഒന്ന് എണീറ്റ് നിസ്കരിച്ച് കിടക്ക് എന്ന് പറയുമ്പോൾ ഇവള് ചൂടാവും. നിങ്ങളൊരു നിസ്കാരം എൻ്റെ കുട്ടി ഇപ്പം കടന്നിട്ടുള്ളൂ എന്ന് പറയും. വലിയ വാത്സല്യം. നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടാ? ഇതൊക്കെ പറയുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ടോ? പറയാ, മക്കളോട് പറയാ, എന്റെ ലോഡ്ജല്ല എൻ്റെ പോര, നിസ്കരിച്ചോ, അല്ലെങ്കിൽ അടുത്ത നേരത്തെ ഇങ്ങോട്ട് വരണ്ട, ഓൻ പോയാലോ. അൽഹംദുലില്ലാ. നിസ്കരിക്കാത്ത മക്കൾ നാട് വിട്ട് പോയാൽ എല്ലാവരും കൂടി കൂടിയിട്ട് 3 യാസിൻ ഒരു ആൾക്കാർ, 1 യാസിനും പോരാ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ കയ്യിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയേ ചെയ്യരുത്. ഞാൻ എനിക്ക് കുട്ടികളുണ്ടാവുന്നതിന് മുമ്പ് തന്നെ ആസ്മ ചെയ്തിട്ടുണ്ട്. പഠിച്ചനെ കുട്ടികളെ കയ്യിൽ നിന്ന് കിട്ടാതെ ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് തരണേ പഠിച്ചോ, നമുക്ക് തരട്ടെ. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കരുത്. ഞാൻ ബാപ്പാരോട് പറയാണ്, ഒരിക്കലും ആഗ്രഹിക്കരുത് മക്കളെ കൈകൊണ്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുക ചെയ്യരുത്. കുട്ടികളെ കയ്യിൽ നിന്ന് കിട്ടിയ താഴെ എനിക്കറിയാം ചില മക്കളെ എനിക്കറിയാം. വൈകുന്നേരം ഉച്ചവരെ പൂഴി മണൽ വാരുന്ന മക്കളെ എനിക്കറിയാം. 1500 2000 രൂപ അധ്വാനിക്കും. പാപ്പാന്റെ കയ്യിലോ ഉമ്മാന്റെ കയ്യിലോ ഒരു 500 300 400 എത്തിച്ചു കൊടുക്കും. തീർപ്പടിയായി പാപ്പാക്കും ഉമ്മാക്കും. ബാക്കിയുള്ള പൈസ കൊണ്ട് ഒരു കള്ളുടിക്കും. എവിടെ പോയി എന്നെങ്ങാനും ബാപ്പ മകനെ പറ്റി ഉമ്മയോട് ചോദിച്ചാൽ എന്റെ കുട്ടി എവിടെ പോയി കൂടെ കേൾക്കണ്ട. ഇങ്ങനെ പറയുന്ന മനുഷ്യന്മാരെ കേട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട. ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട് നമ്മളെ മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ കുടുംബം പോറ്റുന്ന ഒരു മകൻ ദിവസം രാത്രിയായ കള്ളുടിക്കും. അപ്പോൾ ആ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ ഇവനോട് വെറുപ്പായി. പിന്നെ ചെറുപ്പക്കാരൊന്നും കൂട്ടുകാരൊന്നും മിണ്ടാതെയായി. അവൻ കള്ളുടിക്കുമ്പോൾ എല്ലാവരും കൊണ്ട് ഒഴിവാക്കി. അപ്പൊ ഉമ്മാക്ക് ചൂടായി. കുടുംബം പോറ്റുന്ന മകനെ നാട്ടുകാർ ബഹിഷ്കരിച്ചപ്പോൾ ഉമ്മാക്ക് അത് ചൂടായി. ഉമ്മ ഒരു ദിവസം ചെറിയൊരു വിഷയത്തിന് വർത്താനുണ്ട്. അപ്പൊ അയൽവാസികളോടാണ് ചൂടായി. പുറത്തിറങ്ങി എന്തുകൊണ്ട് അകത്തേക്ക് വിളിച്ചാണ്, എന്റെ പൈസ കൊണ്ടല്ലേ മനെ ഇയാട് കുടിച്ചോ, ഇവർക്ക് ഇവരെന്തായാലും എന്റെ പൈസ കൊണ്ട് വെച്ച് കുടിക്കണതൊക്കെ കുടിച്ചോ, നീ കുടിച്ച് വലിച്ച് ഇവർക്ക് എന്താ നഷ്ടം തിന്നോ. ആര്? ബഹുമാനപ്പെട്ട ഉമ്മ. ആചാരി മൊക്കൻ കരുത്തിയുള്ള നാടാണ് ഇപ്പൊ നമ്മളെ. മൊക്കനിട്ടിട്ട് ഒരു കറുത്ത ഇതൊക്കെയാണ് പൊതയാണ് പൊതച്ചാൽ അങ്ങനെ തന്നെയാണ് സ്വർഗത്ത് പോകുന്നതാണ് ഈ പൊതക്കരത്തികൾ വിചാരിച്ചിട്ടുള്ളത്. കറുത്തത് പൊതച്ചോലൊക്കെ സ്വർഗത്ത് പോകുകയാണെങ്കിൽ ആദ്യം പോത്ത് പോകും സ്വർഗത്തിൽ. പോത്തിന് അല്ലാഹു തആല കൊടുത്ത കുപ്പായം തന്നെ കറുത്തതാ. വളരെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്, എന്റെ കുട്ടികളെ കൈകൊണ്ടൊന്നും ഇങ്ങോട്ട് വാങ്ങൂല. അവരോട് പറയാ, നിങ്ങൾ നന്നായിക്കോളി കുട്ടികളെ, പടച്ചോനെ പേടിച്ചോളി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ കുട്ടികളെ നന്നാക്കി തരട്ടെ. നമ്മളെ പെൺകുട്ടികളൊക്കെ നിസ്കാരം നിർത്തുന്ന വരെയൊക്കെ കെട്ടിച്ചുവിടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സാലിഹ്യങ്ങൾ വരെയൊക്കെ കെട്ടിച്ചുവിടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 5 വഖത്ത് നിസ്കാരം നിലനിർത്തുന്ന ചെറുപ്പക്കാർ നമ്മളെ കുട്ടികളെ കല്യാണം കഴിക്കട്ടെ പടച്ചോനെ. എന്നിട്ട് അവര് സന്തോഷിച്ച് ജീവിച്ചിട്ട് അവർക്ക് സാലിഹായ ആലിമീങ്ങളും ഉമറാക്കളും മക്കളായി ജനിച്ചിട്ട് നാട് നന്നാകണം പടച്ചോനെ. ഞങ്ങൾക്ക് നിന്നോടാണ്, നീയാണ് റസാഖ്. ഞങ്ങളെ ഭക്ഷണം ഞങ്ങളെ കുട്ടികളെ ഏറ്റെടുത്തിട്ടില്ല, ഏൽക്കും വേണ്ട. എനിക്കൊന്നും എൻ്റെ കുട്ടികളെ കൈകൊണ്ട് കിട്ടരുത് എന്ന് എൻ്റെ ആഗ്രഹം. നിന്റെ റബ്ബ് തന്നാ മതി. അവനാണ് പടച്ചോൻ തരട്ടെ. അവർക്ക് കൂടി എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് സഹായിക്കാൻ മാത്രം നമ്മളെ കയ്യിൽ അല്ലാഹു തരട്ടെ. എന്നിട്ട് നമ്മുടെ ഇസ്സത്തിലാകണം. ബാപ്പ ഇസ്സത്ത് തന്നെ. വളരെ വളരെ ചിന്തിക്കണം. എന്റെ ലോഡ്ജല്ല എന്റെ പോര. നിസ്കരിച്ചില്ലെങ്കിൽ പഠിക്കണം കയറും. ഇത് എന്റെ പോരയാണെന്ന് പറയാം. ഇത് എന്റെതാണ്, എന്റെ ലോഡ്ജല്ല. ഓൻ ദേഷ്യപ്പെട്ട് പോയി പോടാ പണി നോക്കിയിട്ട് പറയാം, പോടാന്ന് പറയാം. ഇത് എന്റെ റബ്ബിന്റെ ആകാശഭൂമിയിലുള്ള മുഴുവനും അള്ളാഹ്ക്ക് വണങ്ങുന്നടാ. ഈ എന്റെ പോരിൽ നിസ്കരിക്കാതെ കിടന്നാൽ അള്ളാന്റെ കോടതിയിൽ എന്റെ കാലിടറിപ്പോ. പഠിച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഏതായാലും അവിടുന്ന് തോൽക്കും. എന്തിനാ ഭയപ്പെടുന്നു? മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. പഠിച്ചോ നമ്മൾ നന്നാക്കി തരട്ടെ.
അതിലൊരു എക്സ്ക്യൂസ് ചെയ്യരുത്. എന്താണെങ്കിലും കുടുംബത്തിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ എല്ലാരെ കൊണ്ടും നിസ്കരിപ്പിക്കണം. അതിന്റെ മേൽ ക്ഷമിച്ചു നിൽക്കുകയും വേണം. ഓഹോ ഹോ ഹോ എങ്ങനെ കുടുംബത്തിലെ എല്ലാരെ കൊണ്ടും കുടുംബത്തിലെ എല്ലാരെ കൊണ്ടും നിസ്കരിപ്പിക്കുകയും അതിന്റെ പേരിൽ ക്ഷമിച്ചു നിൽക്കുകയും വേണം. എന്താ അർത്ഥം? എല്ലാ മക്കളെ കൊണ്ടും നിസ്കരിപ്പിക്കണമെങ്കിൽ കുറച്ച് പണിയാ. നോക്ക്, അത് തന്നെ പറയുന്നുണ്ട്, അതിന്റെ മേൽ നീ ക്ഷമിച്ച് നിലകൊള്ളണം. കുടുംബത്തിലെ എല്ലാ മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കുക, ഭാര്യ മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കുക. പിന്നെയോ ഇങ്ങനെ നീ ചെയ്ത നിനക്ക് ഞാൻ നല്ല ഭക്ഷണവും തരും, നല്ല മരണവും തരും. എന്ത് ചെയ്താൽ? ഇങ്ങോട്ട് പറ. എന്ത് ചെയ്താൽ? കുടുംബത്തിലെ എല്ലാരെ കൊണ്ടും ബാപ്പ നിസ്കരിപ്പിക്കും ചെയ്താൽ ബാപ്പയെ നിസ്കരിച്ചു, കുടുംബത്തിലെ എല്ലാരെ കൊണ്ടും ബാപ്പ നിസ്കരിപ്പിക്കും ചെയ്താൽ നല്ല ഭക്ഷണം ആ കുടുംബത്തിൽ തരും, നല്ല മരണവും തരും. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാം ആയത്തൊന്നും കൂടെ 131 132 അല്ലേ മാഷേ? അല്ലെ കറക്റ്റ് അല്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وابقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ചിന്തിക്കുക പറഞ്ഞ കാര്യങ്ങൾ. ابن مسعود قال പുണ്യ നബിയോ സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് പറയുന്നു, ഞാൻ റളിയല്ലാഹു അൻഹു ഞാൻ നബിയോട് ചോദിച്ചു, അയ്യുൽ അമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാ നബിയെ? ഖാല അസ്സലാത്തു ലിവഖ്തിഹാ. ഹബീബായ നബി പറഞ്ഞു, നേരത്തെ നിസ്കരിക്കൽ ഞാൻ ഏറ്റവും വലിയ അമൽ, നേരത്തെ നിസ്കരിക്കലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കപ്പറ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നേരടായ നിസ്കരിക്കുക, അതാണ് ഏറ്റവും വലിയ അമൽ എന്ന് പുണ്യ റസൂൽ. സുമ്മയ്യൻ പിന്നേരാണ്. അപ്പോൾ പറഞ്ഞു, ബിർറുൽ വാലിദൈനി, ഉമ്മക്കും ബാപ്പക്കും ഗുണം ചെയ്യലാം. സുമ്മയ്യൻ പിന്നേരാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പോകലാ. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ അയ്യുൽ അമാലി അഫ്ളലു, ഏറ്റവും വലിയ അമൽ ഏതാണ്? അപ്പൊ 3 മറുപടി. 1, ഏറ്റവും വലിയ അമല സ്വലാത്തു ലിവഖ്തിഹാ, നേരായ തന്നെ വേഗം നിസ്കരിക്കുക, അതാണ് ഏറ്റവും വലിയ അമൽ എന്ന് വളരെ വളരെ ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ, നേരത്തെ വാക്കിലേക്ക് ചേർക്കാൻ ഒരു ഹദീസ്, നേരത്തെ വിഷയത്തിലേക്ക് ചേർത്താൻ അബൂ ഹുറൈറയെ വിളിച്ചിട്ട് നബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുർ അഹ്ലക ബിസ്സലാത്തി, അബൂ ഹുറൈറ കുടുംബത്തെ കൊണ്ട് എപ്പോഴും നീ നിസ്കരിപ്പിക്കണം. ഫഇന്നല്ലാഹു യഅതീക ബിർരിസ്ഖി മിൻ ഹൈസു ലാ തഹ്തസിബു. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് ഒരു ഹദീസ് കൂടി, ഒരു ആയത്ത് ഞാൻ ഓടി, ഹദീസ് ഒന്നും കൂടി കേറ്റിക്കോളൂ. പുണ്യ റസൂൽ അബൂ ഹുറൈറയോട് പറഞ്ഞു, അബൂ ഹുറൈറ, നീയെ റളിയല്ലാഹു അൻഹു, നീയെ നിന്റെ കുടുംബത്തിലെ എല്ലാരെ കൊണ്ടും നീയെ നിസ്കരിപ്പിക്കണം. ഫഇന്നല്ലാഹു യഅതീക ബിർരിസ്ഖി മിൻ ഹൈസു ലാ തഹ്തസിബു. നിസ്കാരം നിലനിർത്തിയാൽ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ലാഭം വരും. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. ഇനി നിസ്കാരമില്ലാത്ത വീട്ടിൽ എന്തെങ്കിലും ഒന്നുണ്ടോ? ഒരു കുട്ടി ആശുപത്രിയിൽ നിന്ന് വന്നാൽ മറ്റേ കുട്ടി ആശുപത്രിക്ക് പോകാൻ പടച്ചോൻ നമ്മളെ കാക്കട്ടെ. ഒരു സമാധാനം ഉണ്ടാവില്ല. എന്റെ 5 വക്തൊക്കെ നിസ്കരിച്ച് അല്ലാഹു സമാധാനം തരും. അല്ലാഹു തരട്ടെ. അതുകൊണ്ട് ചിന്തിക്കുക, ഏറ്റവും വലിയ അമൽ നിസ്കാരമാണ്. 3 വിഭാഗം ആളുകൾക്ക് മഹ്ശറിൽ അല്ലാഹു കസ്തൂരി കൊണ്ടു നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി. കേൾക്കണേ. സലാസത്തുൻ യൗമൽ ഖിയാമ അലാ കസീബിൻ മിൻ മിസ്കിൻ അസ്വദ. കറുത്ത കസ്തൂരി കുന്നിന്റെ മുകളിൽ കയറിയിട്ട് 3 വിഭാഗം ആളുകൾ ഇരിക്കും. 1, ലാ യഹൂലുഹും ഹിസാബുൻ, അവർക്കൊരു ഹിസാബ് ബാധിക്കുകയില്ല. വലാ യനാലുഹും ഫസഉൻ, ഒരു ഭയവും അവരെ ബന്ധിക്കുകയില്ല. ഹത്താ യഫ്റഗ
മിമ്മാ ബൈനന്നാസ്. ജനങ്ങൾ അവരുടെ പ്രയാസകരമായ ഹിസാബിൽ നിന്ന് പിന്തിരിയുന്നത് വരെ ഇവർക്കൊരു പ്രയാസം ഉണ്ടാവുകയില്ല. അവിടെ ഹിസാബ് നടക്കുകയായിരിക്കും. ഇവരിവിടെ സന്തോഷിച്ച് സൊറയും പറഞ്ഞിങ്ങനെ കസ്തൂരി കുന്നിന്റെ മുകളിലിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മൂന്നും ഞാൻ പറഞ്ഞുതരാം, മൂന്നും പറഞ്ഞുതരാം. നേരത്തെ അദാന്റെ യോഗത്തിൽ ഞാനൊന്ന് പറഞ്ഞിരുന്നു. അതിന്റെ രണ്ടാം ആ ഭാഗം തന്നെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം. ഒന്ന്, റജുലുൻ ഖറഅൽ ഖുർആന ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. ഒരാളാണ് സൗകര്യം കിട്ടിയാൽ പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി ഖുർആനോടും. ഒരാൾ ഒഴിവിട്ടിയ ഖുർആനോടും, ഒരു ഒഴിവിട്ടിയ ഖുർആനോടും. കാറില് മുസാഫും കൊണ്ട് നടന്നിരുന്നു, 3 കഷ്ണം തുണിയും. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ്. അങ്ങനെയാണ് ചരിത്രം. ഒഴിവിട്ടിയ ഖുർആനോടും. എന്തായിരിക്കും അവരൊക്കെ സ്ഥാനം? പഠിച്ചു അല്ലാഹു അവരെ കൂട്ടത്തിൽ നമ്മളെ ആക്കി തരട്ടെ. കാറിൽ അക്കാലത്ത് കാറിൽ 2 സാധനം ഉണ്ടാവും. ഒരു മുസാഫ് ഉണ്ടാവും, 3 കഷ്ണം തുണി ഉണ്ടാവും. എപ്പോഴും തങ്ങളെ കൂടെ പിടിച്ച എത്രയോ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. തങ്ങളുടെ രീതി അങ്ങനെയായിരുന്നു. എപ്പോഴും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖയുടെ കാറിൽ എപ്പോഴും ഉണ്ടാകും 2 കാര്യങ്ങൾ. ഒന്ന് മുസഹഫാണ്, ഒന്ന് 3 കഷ്ണം തുണിയാണ്. എപ്പോഴും ഖുർആനോടും എപ്പോഴും മരിക്കാൻ തയ്യാറുമാണ് എന്നർത്ഥം. ഒരു ഒഴിവിട്ട ഒരു വിഷയമൊക്കെ പറയാൻ വന്നവര് ആ വിഷയം പറഞ്ഞാൽ വേഗം തങ്ങൾ ഖുർആനോടാണ് ഇരിക്കും. ഒരു കൂട്ടർ പിന്നെയും വന്നത് വർത്താനം പറഞ്ഞപ്പോൾ പറഞ്ഞു, വർത്താനം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ നമ്മൾ വർത്താനം പറഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് വർത്താനം പറയാൻ കഴിയില്ല. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞില്ലേ നമുക്ക് പിന്നെ ആലോചിക്കാം. ഞാൻ ലേശം ഖുർആനോടട്ടെ എന്ന് പറഞ്ഞ് തങ്ങൾ പിരിഞ്ഞ് മുസാഫ് എടുത്തു പോകും. നമ്മൾ ചിന്തിക്കണം. ഒന്നതാണ്, മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. അങ്ങനെയാണ്. പീടിക തുറന്നിരുന്നാൽ മുസാഫ് എടുത്ത് ഓടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ഭാഗ്യം. പീടിക തുറന്നാൽ വലിപ്പില് മുസാഫ് ഉണ്ടാവും. അവിടെ ഇരിക്കണം, അടുകൊണ്ട് പീടിയന്റെ ആ കല്ലൊക്കെ ഇരിക്കുന്ന പൈസ വാങ്ങാൻ ഇരിക്കുന്ന മുതലാളിമാര് മുസാഫ് ഭയങ്കര ബർക്കത്തുണ്ടാവും. ആ പേരിൽ ആ പീടികയിൽ ഭയങ്കര രക്ഷയുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാ. അതൊക്കെ വളരെ, ഇതൊക്കെ ഇന്നും തന്നെയല്ല, ഏതോ കാലം മുതൽ നടന്നു. കട തുറന്നിരുന്ന് ഖുർആനോടുള്ളതിൽ ഏറ്റവും ഉന്നതന്മാർ യമനികളായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും നിലനിന്ന കച്ചവടം യമനികളുടേതാ. ലോകത്തെ ഏറ്റവും നിലനിന്ന കച്ചവടം യമനികളുടേതാ. കട തുറന്ന ഖുർആനോടും. ഇപ്പോഴും അങ്ങനെയാ. ഒരുപാട് യമനികൾ എനിക്കറിയാം. ഇപ്പോഴും വീഡിയോ തുറന്ന ഖുർആനോടും. അൽഹംദുലില്ലാഹ്. ലോകത്തെ ഏറ്റവും നല്ല കച്ചവടം ഇപ്പോഴും അങ്ങനെ തന്നെ. ബാഗ്ഷൻ, ബലബീദ്, മഫദ്ല്, ബലത്തീഫ് ലോകത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരാ. ഇവരൊക്കെ റളിയല്ലാഹു അൻഹു ഒന്നും പറയണ്ട, സാധാരണ കച്ചവടക്കാരാ. ലോകത്തെ ഏറ്റവും ബില്ലാദനടക്കം ഒക്കെ അസ്രി യമനിയല്ലേ. ബില്ലാദനടക്കം അസ്രി യമനിയല്ലേ. അവരൊക്കെ ബാഗ്ഷന്, ബാലബീദ്, ബാഫദ്ല്, ബാലത്തീഫ് ഒക്കെ യമനികളാണ്. കോടികൾ സൗദി സർക്കാർ പോലും അവരെ കയ്യിൽ നിന്ന് കടം വാങ്ങും. അത്ര വലിയ മലയാളിമാര്. പീടിയെന്ന് പറഞ്ഞാൽ ഖുർആനോട്. ലോകത്തെ ഏറ്റവും നല്ല കച്ചവടക്കാർ യമനികളാ. ഇപ്പോഴും മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. റജുലുൻ ഖറഅൽ ഖുർആന ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. വഴിവിട്ടിയ ഖുർആനോടുന്ന ആളുകൾ അവർക്ക് അല്ലാഹു തആല മഹ്ശറിൽ ജനങ്ങളെ നിർത്തുമ്പോഴും ഇവർക്ക് കസ്തൂരിയുടെ കുന്നിന്റെ മുകളിൽ ഇവരെ കയറ്റിയിരുത്തും. ഇവർ മഹ്ശറിന്റെ ഹിസാബിലേക്ക് പോവേല്ല. എല്ലാം കഴിയുമ്പോൾ ഇവരോടൊരു വാക്ക് അല്ലാഹു പറയും, വേഗം സ്വർഗത്തിലേക്ക് കയറ്റും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഭയങ്കര തിരക്ക് അവിടെ നടക്കുമ്പോ ബരാഭാഗത്തേക്ക് പോവല്ല. ഇവിടെ കസ്തൂരി കുന്നിന്റെ പോലെ സ്വയം പറഞ്ഞിരിക്കും. ഒരു വിഭാഗം അവരാ. ഒന്ന്. 2 റജുലുൻ അദ്ദന ഫീ മസ്ജിദിൻ വദആ ഇലല്ലാഹി ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. ഒരാള് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നവനാണ്. അള്ളാഹുവിന്റെ ലേഖ പരിസരവാസികളെ വിളിക്കുകയും ചെയ്യുന്നവനാണ്. ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. വേറൊരു പണി കിട്ടാത്തതുകൊണ്ടല്ല, പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി. അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾക്ക് ശമ്പളം ഉണ്ടായിക്കോട്ടെ, അയാൾക്കും മഹ്ശറ ബാധിക്കുകയില്ലെന്ന് പുണ്യ റസൂൽ. അപ്പൊ 2 ഏതൊക്കെ? 2 പറയും. 1, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി സൗകര്യം കിട്ടിയാൽ ഖുർആനോട്. 1. 2, ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ആ പള്ളിയിലെ പരിസരവാസികൾ നിസ്കരിക്കാം, നേരി കണ്ടു അല്ലാതെയൊക്കെ വിളിക്കുകയും ചെയ്യും അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി. അതാണ് 2. 3. മൂന്നാമത്തെ കേട്ടോളൂട്ടാ. മൂന്നാമത്തെ ഒരാള് കുടുംബത്തിൽ പട്ടിണിയാണ്. പണിക്ക് പോയിട്ടില്ലെങ്കിൽ കുട്ടികൾ പട്ടിണിയാവും.
എന്നാലും ഫലം യശ്ഗൽഹു ദാലിക മിൻ അമലിൽ ആഖിറ. ബാങ്ക് കൊടുത്താൽ നമസ്കരിക്കും, ബാങ്ക് കൊടുത്താൽ നമസ്കരിക്കും. അതന്നെ പെരയിൽ പട്ടിണി. അതിനൊക്കെ ഉള്ള പണിയാളെ ഏൽക്കുള്ളൂ. പണിക്കുൾക്ക് വിളിക്കുമ്പോൾ തന്നെ പറയും ബാങ്ക് കൊടുക്കാൻ നമസ്കരിക്കട്ടാ എന്ന്. എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. പണിക്ക് വിളിക്കുമ്പോൾ പറയും എനിക്ക് ബാങ്ക് കൊടുത്താൽ നമസ്കരിക്കേണ്ടി വരട്ടാ എന്ന് പറയും. അങ്ങനെ പണിക്ക് വരുള്ളൂ. അങ്ങനത്തെ ആളുകളെ എത്രയോ നാടുകളിലുണ്ടായിരിക്കും. എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. മനസ്സിലാവണ്ടേ പറഞ്ഞത്? പണിക്ക് വിളിക്കുമ്പോൾ തന്നെ പറയും എനിക്ക് ബാങ്ക് കൊടുത്ത് നമസ്കരിക്കേണ്ടി വരട്ടാ. അപ്പം പിന്നെ ഞാൻ വർത്താനം പറയരുത്, ബാങ്ക് കൊടുത്ത് നമസ്കരിക്കും. എന്നാലോ കുടുംബത്തിൽ പട്ടിണിയാണ്. ഈ പണിക്ക് അയാൾ വിളിച്ചിട്ടില്ലെങ്കിൽ അയാളെ കുടുംബം പട്ടിണിയോ. പക്ഷെ അയാൾക്കതിൽ വിഷയമൊന്നുമില്ല. അയാളെ ഫലം യശ്ഗൽഹു ദാലിക മിൻ അമലിൽ ആഖിറ. ആഖിറത്തിന്റെ ഒരു പണിയും അതാത് സമയത്ത് ചെയ്യുന്നതിൽ അയാൾക്കൊരു മടിയുമില്ല, എത്ര പട്ടിണിയാണെങ്കിലും. അങ്ങനത്തെ ആൾക്ക് മഹ്ശറിൽ ഹിസാബ് ബാധിക്കുകയില്ലെന്ന് പുണ്യ റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ പറ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിസ്കരിക്കാൻ കഴിയില്ല, ആ പണിയുടെ കാര്യം എന്താക്കണമെന്ന് ചില ആളുകളൊക്കെ ചെറുപ്പക്കാരൊക്കെ ചോദിക്കാറുണ്ട്. ആ പണിയോട് ഒഴിവാക്കാറുണ്ട്. നിസ്കാരം ഇല്ലെങ്കിൽ പിന്നെ ആ പണി വേണ്ട. നിസ്കരിക്കാൻ കഴിയില്ല പിന്നെ ആ പണി വേണ്ട, അങ്ങനെ വേണ്ട. അങ്ങനെ നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ ആ പണി വേണം. ഞാൻ ഇന്ന സ്ഥലത്ത് കുട്ടികളെ കൊണ്ടുപോയി കോളേജിൽ, പക്ഷെ ജുമാ പോകും എന്നാണെങ്കിൽ പിന്നെ ആ കുട്ടികളെ പഠിച്ചിട്ട് കാര്യമല്ല, ഒരിക്കലും കാര്യമല്ല. അങ്ങനെയുണ്ട്, ശ്രദ്ധിക്കണം കേട്ടാ. ചില സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനത്തിൽ കുട്ടികളെ കൊണ്ടുപോയി ഡിഗ്രിക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ജുമാ പോകും. എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കരുത്, ഒരിക്കലും പഠിപ്പിക്കരുത്, ഒരിക്കലും പഠിപ്പിക്കരുത്. എന്തുകൊണ്ട്? ആ കുട്ടികളെ കൊണ്ട് മാതാവിനും പിതാവിനും ദുന്യാവിലും ആഖിറത്തിലും ദ്രോഹമല്ലാതെ ഒന്നും ഉണ്ടാവില്ല. എന്തിനു നമ്മളെ പൈസ കൊടുത്തിട്ട് നമ്മൾ ദ്രോഹം പാകുന്നു? പഠിച്ചോ നമ്മളെ കാക്കട്ടെ. കാരണം എന്തുകൊണ്ട്? വളരെ ചിന്തിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാം, ജുമുഅക്ക് പോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. തുർമദി ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിസ്കാരത്തിൽ അമാന്ത പാടില്ല. നിസ്കാരം ഗൗരവമാണ്, വളരെ ചിന്തിക്കണം. ഏത് പട്ടിണിയാണ്, പുരയിൽ പട്ടിണിയാണ്, വിഷമമാണെങ്കിലും റജുലുൻ ഉബ്തുലിയ ബിർരിസ്ഖി ഫലം യശ്ഗൽഹു ദാലിക മിൻ അമലിൽ ആഖിറ. പുരയിൽ പട്ടിണിയാണ്, പണിക്ക് പോയിട്ടില്ലെങ്കിൽ പുരയിൽ ജീവിതം നടക്കൂല. അതൊക്കെ ആണെങ്കിലും നിസ്കാരത്തിൽ കമ്മി ഉണ്ടായിട്ട് ഒരു പണി അയാൾ ചെയ്യൂല, അത് ഉറപ്പന്നെയാണ്. അയാളോട് വിളിക്കുമ്പോ പറയുകയും ചെയ്യും ബാങ്ക് കൊടുത്ത് നമസ്കരിക്കുകയും. അല്ലെങ്കിൽ പിന്നെ കുറെ നാലാളോട് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അറിയും ചെയ്യാം. അയാൾ നിസ്കരിക്കുന്ന ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോകും. അതിനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ മതി. ഇന്ന് അതിന് തന്നെ ഇഷ്ടം പോലെ സൗകര്യം ഇല്ലേ? ഇന്ന് അതിന് തന്നെ ഇഷ്ടം പോലെ സൗകര്യം എമ്പാടില്ലേ? മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. അതേപോലെ തന്നെ വേറെ ചില ആളുകളെ എനിക്കറിയാം. അവർക്കിടെ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളെ നിർത്തുമ്പോൾ ആദ്യം പറയും തൊഴിലൊക്കെ ചെയ്തോളൂ, ബാങ്ക് കൊടുത്ത് നമസ്കരിക്കണം. അങ്ങനത്തെ ആളുകളെയും എനിക്കറിയാം. അങ്ങനത്തെ ധനാഢ്യന്മാരെയും എനിക്കറിയാം. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കെ പറ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വളരെ ചിന്തിക്കണം. നമസ്കാരം തന്നെ വളരെ വലിയതാ. ഭൂമിയിൽ ബാങ്ക് കൊടുത്താല് ബാങ്ക് കൊടുക്കുന്ന നേരത്ത് മലക്കുകൾക്ക് പോലും ഭൂമിയിൽ വരാൻ കൊടിയാകും. ഭൂമിയിൽ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. ഓരോരോ നാടുകളിലേക്ക് ബാങ്ക് കൊടുക്കുന്നതിനനുസരിച്ച് മലക്കുകൾ ഇറങ്ങി വരുമല്ലോ. അതുകൊണ്ടാണ് ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. സൂറത്തുൽ ഇസ്രാ അഖ്മിസ് സ്വലാത ലിദുലൂകി ശംസി ഇലാ വസഖിൽ ലൈലി വഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പുണ്യ റസൂൽ മലക്കുകൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള ഏറ്റവും വലിയ ആരാധന നിസ്കാരമാണ്. ഭൂമിയിൽ നിസ്കാരം നടക്കുന്ന നേരത്തെ ഭൂമിയിൽ ഇറങ്ങി വരാൻ മലക്കുകൾക്ക് താല്പര്യമാണ്. മലക്കുകൾ എവിടെയുണ്ടോ? നിസ്കരിക്കുന്ന സഫ് നിറച്ച മലക്കുകളുണ്ടോ? 2 ഷിഫ്റ്റാണ് മലക്കുകൾക്ക്. എന്റെ 2 ഷിഫ്റ്റ്? ബാക്കി നേരത്തെ ഉറങ്ങാൻ പോവുകയാണോ? ഉറങ്ങാനൊന്നും പോവുകയല്ല. പിന്നെ എന്തേ എനിക്കറിയില്ല, മനസ്സിലായില്ല. മലക്കുകൾക്ക് 2 ഷിഫ്റ്റാണെന്ന് പുണ്യ റസൂൽ. എവിടെയുണ്ട് ഹദീസ്? ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി. മലക്കുകൾക്ക് 2 ഷിഫ്റ്റാ. യതആഖബുന ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ. പകലിൽ വേറെ മലക്കുകളും രാത്രി വേറെ മലക്കുകളും ഇറങ്ങി വരും. അങ്ങനെയാണ്.
രാവിലെ വന്ന മലക്കുകൾ വൈകുന്നേരം ആകുമ്പോൾ പോകും. വൈകുന്നേരം വന്ന മലക്കുകൾ രാത്രി ഫുള്ള് നിൽക്കും. ഓരോ എഴുത്തുണ്ട്. ഇവിടെ വേറെ എഴുത്ത്, പിന്നെ പകൽ രാത്രിയുടെ വേറെ മലക്കുകൾ, പിന്നെ വെള്ളിയാഴ്ചക്ക് വേറെ മലക്കുകൾ, ലൈലത്തുൽ ഖദറിന് വേറെ മലക്കുകൾ, വേറെ വേറെ ഒരുപാടാണ്. അള്ളാഹുവിന്റെ പട്ടാളക്കൂട്ടത്തിന്റെ എണ്ണം അറിയാൻ അള്ളാഹു അല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. പട്ടാളങ്ങൾ ധാരാളമുണ്ട് അള്ളാഹുവിന്. ചിന്തിക്കും. يتعاقبون فيكم ملائكة الليل وملائكة النهار ويجتمعون في صلاة الفجر وصلاة العصر. രണ്ട് നിസ്കാരത്തിന് രണ്ട് സംഘം മലക്കുകളും ചേരും. പകലിന്റെ മലക്കുകളുടെ വർക്ക് തുടങ്ങാൻ സുബഹയോട് കൂടെയാണ്. ആ നേരത്ത് രാത്രിയുടെ മലക്കുകളുടെ വർക്ക് തീരും. അപ്പോൾ അവര് കയറേണ്ടതാ. സുബഹി ആയാൽ അവർ കയറണം. അപ്പോൾ അവർ എന്ത് ചെയ്യും? സുബഹി കൂടി നിസ്കരിച്ച് കയറാൻ തീരുമാനിക്കും. അപ്പോൾ വേഗം അടുത്ത പള്ളിയിലേക്ക് കയറും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. രണ്ട് നിസ്കാരത്തിന് രണ്ട് സംഘം മലക്കുകൾ ഉണ്ടാവും. മലായികത്തുൽ ലൈൽ ഉണ്ടാവും, മലായികത്തുൻ നഹാർ ഉണ്ടാവും. ശ്രദ്ധിക്കണം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, മുത്തഫഖുൻ അലൈഹി. ശ്രദ്ധിക്കണം. മനസ്സിലാവണില്ലേ? രാത്രി മലക്കുകളുടെ പണി എപ്പോ തീരും? സുബഹിക്ക് തീരും. അപ്പോൾ അവർ നിസ്കാരം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. നിസ്കരിക്കാൻ നേരെ പള്ളിയേക്ക് വരും. ആ നേരത്തെ ആരും വരും? പകലിലേക്കുള്ള മലക്കുകൾ സുബഹിയോടുകൂടെ പണി തുടങ്ങും. അവർ സുബഹിക്ക് നേരിട്ട് വരും. ആദ്യത്തെ പണി പള്ളിയോടുകൂടെ. ആരൊക്കെ പള്ളിയിലാചാരുള്ളത് അത് റിക്കാർഡാക്കിയിട്ടാണ് തുടങ്ങുക. അപ്പൊ റിക്കാർഡിൽ ഞാലിന്ന ആളുകളൊന്നും ഇല്ല. കാര്യം പോക്കായി. പഠിച്ചോ കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. يتعاقبون فيكم ملائكة الليل وملائكة النهار. രാത്രി വേറെ പകല് വേറെ. ويجتمعون في صلاة الفجر وصلاة العصر. രണ്ട് നിസ്കാരങ്ങളിൽ ഇവർ രണ്ട് കൂട്ടരും ഒരുമിച്ച് കൂടും. അതായത് സുബഹ് നിസ്കാരത്തിന് രണ്ട് കൂട്ടരുണ്ടാവും. മലായികത്തുൽ ലൈലും ഉണ്ടാവും, മലായികത്തുൻ നഹാറും ഉണ്ടാവും. അസ്ർ നിസ്കാരത്തിനും മലായികത്തുൽ ലൈലും ഉണ്ടാവും, മലായികത്തുൻ. അപ്പൊ ഈ രണ്ട് മലക്കുകളുടെയും ഒന്നാം പണി ആരംഭിക്കൽ എന്തോടുകൂടിയാണ്? നിസ്കാരം കൂടിയാണ്. പിന്നെ നിങ്ങളുടെ കൂടെയുള്ള മലക്കുകൾ ആകാശത്തേക്ക് ചെല്ലും. ഫയസ്അലുഹും റബ്ബുഹും. അപ്പൊ അള്ളാഹു അവരോട് ചോദിക്കും. അള്ളാഹ്ക്ക് അറിയാം, എന്നാലും ചോദിക്കും. കൈഫ തറക്തും ഇബാദി, നിങ്ങൾ പോരുമ്പോ എന്റെ അടിമകൾ എന്താ എടുക്കണത്? എന്റെ അടിമകളെ പണി എന്താ? ബിഹിം. ഇവിടെ എന്തൊക്കെ നടക്കണം ആരും അറിയും? അള്ളാഹു അറിയും. ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാണ്. എന്തിനു വേണ്ടിന്നറിയോ? എന്തിനാണ് ഈ രക്തം ചിന്തുന്നവരെ പടക്കണമെന്ന് ചോദിച്ചവരാണ് ഇവര്. അപ്പോൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാ. അല്ല, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ വരുമ്പോ എന്റെ അടിമകൾ ഭൂമിയിൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ അവര് പറയും, എന്തിനാണ് വരുമ്പോ എന്ന് പറയുന്നത്? പഠിച്ചോനെ, ഞങ്ങൾ ചെന്നപ്പോഴും അവർ നിസ്കരിക്കുക, ഞങ്ങൾ പോന്നപ്പോഴും നിസ്കരിക്കുക. ചെന്നപ്പോഴും നിസ്കരിക്കണം, വന്നിട്ടുണ്ട്. ഞങ്ങൾ പോന്നപ്പോഴും നിസ്കരിക്കുന്നുണ്ട്. പഠിച്ചോ നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാ, എന്ത് നിസ്കാരാണ്! എന്താണ് അതിന്റെ രസം? അവരിങ്ങനെ മറുപടി പറയും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ നിങ്ങൾ വരുമ്പോ എന്ത് ചെയ്യുകയാ? നിങ്ങൾ തിരിച്ചു വരുമ്പോ അവരെന്ത് ചെയ്യുക? അപ്പോൾ പറയും, തിരിച്ചു വരുമ്പോൾ മാത്രമല്ല, ആതൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെന്നപ്പോഴും അവർ നിസ്കരിക്കാണ്, നമ്മൾ പോരുമ്പോഴും അവർ നിസ്കരിക്കാം എന്ന് അവർ പറയുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വളരെ ചിന്തിക്കണം. നിസ്കാരത്തിന്റെ പ്രാധാന്യം വളരെ വളരെ ചിന്തിക്കണം. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. ഞാൻ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി താഴവയിടൽ. ദിനിന്റെ തൂണിൽ പെട്ടടാ നിസ്കാരം, ഈമാൻ കഴിഞ്ഞാൽ പിന്നിടാ വിസ്താരം. ഈമാൻ കഴിഞ്ഞാൽ പിന്നിടാ വിസ്താരം. എവിടുന്ന്? മനുഷ്യർ വിസ്തരിക്ക. ഈമാൻ കാര്യം കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് കണക്ക. വിജയം മടിലുണ്ടെന്ന് വന്നാൽ പിന്നെ നിറുത്തുള്ളതെല്ലാം തന്നെ ജസദിന്റെ അമലിൽ നിന്നിതാണ് ഏറ്റവും. ഷഹാദത്തെനിക്കഴിഞ്ഞ്
ഷഹാദത്തിന് കഴിഞ്ഞ് പിന്നെ മഹത്വവും. ആരോ നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു സ്ഥാനവും ഇസ്ലാമിലില്ലേ പൊന്നെ. ജനദൃഷ്ടിയിൽ മടിപ്പുള്ളതായി ഗണിക്കപ്പെടും, മതദൃഷ്ടിയിൽ അവൻ ഹീനനായി തള്ളപ്പെടും. നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു ഫലമല്ല. ആ ഭാഗത്തേക്ക് ഞാൻ വരിക. പഠിച്ചോൻ കാക്കട്ടെ, ഉറക്കപ്പറ അള്ളാഹു കാക്കട്ടെ. വലിയ കുപ്പായൊക്കെ വലിയ ആളൊക്കെ ആയിട്ട് ടൈം കെട്ടിയൊക്കെ നടക്കാൻ, പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയുമില്ല. അവൻ ജീവത്താണ്, അവനൊരു ജീവിക്കുന്ന മൃതദേഹമാണ്, ജീവിക്കുന്ന മയ്യിത്താണ്. അള്ളാഹു കാക്കട്ടെ. അവൻ നാളെ ഫിർഔനോട് കൂടി വരുന്നടാ, ഹമാനും അവനോടൊപ്പമായി കാണുന്നടാ. നിസ്കരിക്കാത്തവൻ വരുന്നത് ഫിർഔന്റെ കൂടെ ആയിരിക്കും. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്ക് നോക്ക്, ഒരിക്കുന്ന പക്ഷം നിയമമോ കൊല്ലേണ്ടടാ, ജംഇന്റെ സമയം കഴിയണം എന്നുള്ളടാ. അവൻ ദീൻ പൊളിച്ചവനായ ഹദീസിൽ വന്നടാ, റബ്ബിന്റെ കോപം അവന്റെ മേൽ ചൊരിയുന്നടാ. നിസ്കരിക്കാത്തവനെ ഇസ്ലാമിക കോടതിയിൽ നിസ്കരിക്കാത്തവനെ കൊല്ലണം. ജംഇന്റെ സമയം കഴിഞ്ഞാൽ കൊല്ലണം. അതായത് ളുഹർ നിസ്കരിക്കാത്ത ഒരാള് ഏതുവരെ കാക്കാം? അസർ വരെ കാക്കാം. അസറായിട്ട് നിസ്കരിച്ചിട്ട് അസറിന്റെ സമയം കഴിഞ്ഞിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ ഇസ്ലാമിക കോടതി അവനെ കൊല്ലണം. കൊല്ലന്നെ. തൽക്കാലം 2 ദിവസം ജയിലിൽ ലോക്കപ്പിലിട്ട് 2 പൂസിയിട്ട് വിടുകയല്ല. എന്നെ ഇനി ഇവിടെ വേണ്ട, 2 വക്ത് നിസ്കരിച്ചില്ലെങ്കിൽ എന്നെ ഇവിടെ വേണ്ട എന്ന്. സുബൈക്ക് ഇതൊന്നും ബാധകമല്ല. സുബൈക്ക് ജമ്മുല്ല. സുബൈ നിസ്കരിച്ചില്ലെങ്കിൽ വിട്ടൽ തന്നെ തല. നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ പഠിച്ചോനെ. 4 നിസ്കാരത്തിന് ജമ്മുള്ളൂ. എന്തിനില്ല? സുബൈക്കില്ല. സുബൈക്ക് ജമ്മില്ലല്ലോ. നിസ്കരിച്ചില്ലെങ്കിൽ വിട്ടന്നെ തല. ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ അത് ചെയ്യണം. വൈലും അവർക്കാണെന്നു ഖുർആൻ വന്നട, സൂറത്തു മാഊൻ നോക്കിയാൽ കാണുന്നട. അത് നരകവാസികൾക്കുള്ള ചീഞ്ചലമൊക്കെയും ഒഴുകുന്ന സ്ഥലമാണെന്ന് സുഫിയാൻ സൗരിയും. അതികഠിനമായൊരു ശിക്ഷയാവയിലെന്ന ഖൗലു ഇബ്നു അബ്ബാസും പറഞ്ഞതു തന്നെ. വളരെ വലിയ ശിക്ഷയാണ്. നിസ്കരിക്കാത്തവരുടെ ഏറ്റവും ശിക്ഷ വളരെ വലുതാണ്. അള്ളാഹു കാക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കട്ടെ. ഉറപ്പല്ലേ ആണല്ലോ. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാത്തിൻ യതസാഅലൂന അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. നരകവാസികളെ നോക്കിയിട്ട് സ്വർഗക്കാര് സ്വർഗത്തിൽ ഇരിക്കുമല്ലോ, നരകക്കാരോട് വർത്തമാനം പറയാനുള്ള സൗകര്യം സ്വർഗക്കാർക്ക് അല്ലാഹു ചെയ്തു കൊടുക്കുമല്ലോ. സൂറത്തുൽ മുദ്ദസിർ. മനസ്സിലായില്ല? സ്വർഗത്തിൽ ഇരുന്നിട്ട് സ്വർഗക്കാർ വർത്താനം പറയും. ആരോട്? നരകക്കാരോട്. എന്താ പറയാ? മാ സലകകും ഫീ സഖർ, ഇത്ര കഠിനമായ നരകത്തിൽ കിടക്കാൻ നിങ്ങൾക്ക് കാരണം എന്തേ? അപ്പോൾ അവർ പറയും ലം നകു മിനൽ